ഹൂസ്റ്റണിൽ എന്ത് ജോലിയായിരുന്നു, എന്താണ് ഉത്തരവാദിത്വം പറഞ്ഞേ? സർ, ഹ്യൂസ്റ്റണിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഹ്യൂസ്റ്റൺ പോയപ്പോൾ അവിടെ ഒരുപാട് തമിഴ് കമ്മ്യൂണിറ്റി ഉണ്ട്. സാറ് പോയിട്ടുള്ള ഈ ഇടയ്ക്ക് പോയതല്ലേ, അവിടെ തമിഴ് മലയാളികളൊക്കെ ഒരുപാട് പേര്. അപ്പോൾ അവിടെ ഒരു ഹ്യൂസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ ഒരു തിരുവള്ളുവർ ചെയർ ഒന്ന് പ്രഖ്യാപിച്ചു അദ്ദേഹം, മോദിജി, തമിഴിലുള്ളത് കൊണ്ട്. അതെ. അപ്പോൾ അതിലേക്ക് അത് നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററുടെ താഴെ ICCR എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അപ്പോൾ ആ ICCRലെ കോൾഫർ ചെയ്തു, ഓൾ ഇന്ത്യ ലെവലിൽ ഇങ്ങനെ തമിഴ് പ്രൊഫസേഴ്സ് ഇങ്ങനെ ഒരു ചെയറുണ്ട്, താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യാനായിട്ട്. അത് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ഞാൻ അതിലൊരുപാട് പ്രോസസ്സാണ് സർ, ഇൻ്റർവ്യൂസും ബാക്കി കാര്യങ്ങളൊക്കെ ഷോർട്ട് ലിസ്റ്റൊക്കെ ചെയ്ത് അതിലെനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി. അപ്പോൾ അങ്ങനെ ഡെപ്യൂട്ടേഷൻ ഒരുപാട് അപേക്ഷകരുണ്ടായിരുന്നോ? സ്വാഭാവികമായിട്ട് കാണുമല്ലോ, ഓൾ ഇന്ത്യ റാങ്കിൽ പല സ്ഥലത്തുനിന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഡെപ്യൂട്ടേഷനിൽ അങ്ങോട്ട് പോയി. അവിടുത്തെ ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു? ക്യാമ്പസിനകത്താണ് എനിക്ക് അപ്പാർട്ട്മെൻ്റ് ഉള്ളത്. അത് വ്യത്യസ്തമായ ഒരു ജീവിതമാണ്, സാർക്കറിയാമല്ലോ. അവിടുത്തെ ഫെസിലിറ്റി ഒക്കെ ഭയങ്കര. അതെ അതെ അതെ, ഞാൻ അതിനു മുമ്പ് വെളിയിൽ എവിടെയും പോയിട്ടില്ല, ഡയറക്റ്റ് അമേരിക്കയിലാണ് പോയത്. അവിടുത്തെ ജീവിതം വേറൊരു രീതിയിലാണ് സർ. അതായത് നമുക്ക് എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഒരു പുസ്തകം എഴുതി, ഞാൻ സാറിന് തന്നില്ലേ, ഉടയുന്ന ലിബർട്ടി എന്ന് പറഞ്ഞൊരു പുസ്തകം. 2 വർഷം ഞാൻ അവിടെ ഇരുന്നപ്പോൾ നമ്മൾ സാധാരണ ഒരു ട്രാവലോഗ് പോലല്ലാതെ അവിടുത്തെ ആൾക്കാരുടെ മനോഭാവം എന്താണ്, അവരെങ്ങനെയാണ് ലോകത്തെ കാണുന്നത്, നമ്മുടെ പ്രത്യേകിച്ച് ഇന്ത്യക്കാരെങ്ങനെയാണ് അവർ കാണുന്നത്, അവിടുത്തെ സമൂഹത്തിൽ എസ്പെഷ്യലി ഈ യങ്സ്റ്റേഴ്സിൻ്റെ ഒരു അവസ്ഥ വളരെ ദയനീയമാണ് സർ. നമ്മളെല്ലാവരും അമേരിക്ക എന്ന് പറയുമ്പോൾ ഭയങ്കര മോഹത്തോടെ അല്ലേ, അവിടുത്തെ മോറലായിട്ട് ആ സമൂഹം പൊളിഞ്ഞൊരു സമൂഹമാണ്. സത്യമായിട്ടാണ് ഞാൻ പറയുന്നത്. എന്താ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ യൂണിവേഴ്സിറ്റിക്കകത്ത് തന്നെ 5 കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്. ഞാൻ പോയതിന് ശേഷം ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് വലിയൊരു അപ്പാർട്ട്മെൻറ്റാണ്, 10 നിലയുള്ള വലിയ അപ്പാർട്ട്മെൻറ്റാണ്. അതിനകത്ത് 4 കുട്ടികൾ ആത്മഹത്യ ചെയ്തു 2 വർഷത്തിനകത്ത്. ആരും ഹാപ്പി അല്ല സർ. എല്ലാവരും അവിടുത്തെ അമേരിക്കൻ കുട്ടികളാണ്. എന്താ വെച്ചാൽ അവിടെ ഫാമിലി അത്ര എന്താ പറയുക സ്ട്രോങ് അല്ല. അച്ഛനമ്മയ്ക്ക് മക്കളോട് ഒരു റിലേഷൻഷിപ്പില്ല. അതൊക്കെ കൊണ്ട് അവർക്ക് എവിടെ തിരിഞ്ഞാലും നിങ്ങൾക്ക് കാശ് കിട്ടും. ചുമ്മാ ഏതെങ്കിലും ഹോട്ടലിൽ പോയാൽ ഒരു ദിവസം $40 കിട്ടും, അന്നത്തെ ദിവസത്തെ ചിലവിനായി. അപ്പോൾ പിള്ളേർ അവിടെ 30% ഡിഗ്രി ഹോൾഡേഴ്സ്. സാർക്കറിയാമോ? അമേരിക്കക്കാർ പഠിച്ചിട്ടില്ല സർ.